ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഹൈറേഞ്ച് മേഖല മഞ്ഞിനിക്കര തീർത്ഥയാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. കട്ടപ്പന പൗരാവലിയുടെ നേതൃത്വത്തിലുള്ള സ്വീകരണത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ മഞ്ഞനിക്കരയിൽ കബറടങ്ങിയിട്ടുള്ള മോറോൻമാർ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ കബറിടത്തിലേക്ക് യാക്കോബായ സുറിയാനി ക്രിസ്തീയ സഭ ഇടുക്കി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലുള്ള കാൽനാട് തീർത്ഥയാത്രയ്ക്കാണ് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലെ കുരിശടിയിൽ എത്തിച്ചേർന്നപ്പോൾ കട്ടപ്പന പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. വിശുദ്ധ പാത്രിയാർക്കീസുമാരുടെ പുകഴ്ചയായ വിശുദ്ധ സഹോദരന്മാരുടെ മാർപ്പതക്കമായ കട്ടപ്പന പൗരാവലിക്ക് വേണ്ടി നഗരസഭാ അധ്യക്ഷൻ ജോയ് വെട്ടിക്കുഴി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, മലനാട് SNDP യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ തുടങ്ങിയവർ ഛായാചിത്രത്തിൽ ഹാരാർപ്പണം നടത്തി. മർച്ചന്റ് അസോസിയേഷന് വേണ്ടി പ്രസിഡന്റ് പൗരാവലിക്ക് വേണ്ടി ശ്രീ സാജൻ ജോർജ് ഇപ്പോൾ ഹാരാർപ്പണം നിർവഹിക്കുന്നു. മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ തോമസ് മൈക്കിൾ ഇപ്പോൾ ഹാരാർപ്പണം നിർവഹിക്കുകയാണ്. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ലീലാമ ബേബി ഇപ്പോൾ ഹാരാർപ്പണം നിർവഹിക്കുകയാണ്. എരട്ടയാർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഏലിക്കുട്ടി പൗലോസ് ഇപ്പോൾ ഹാരാർപ്പണം നിർവഹിക്കുന്നു. മർച്ചന്റ് അസോസിയേഷന് വേണ്ടി ശ്രീ ജോഷി കുട്ടട സെക്രട്ടറി ഇപ്പോൾ ഹാരാർപ്പണം നിർവഹിക്കുകയാണ്. മർച്ചന്റ് യൂത്ത് വിങ്ങിന് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സിജോൺ മോൻ ജോസ് ഹാരാർപ്പണം നിർവഹിക്കുന്നു. ഒപ്പം യൂത്ത് വിങ്ങിന്റെ പ്രതിനിധികൾ ഇപ്പോൾ ഹാരാർപ്പണം നിർവഹിക്കുകയാണ്. മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി സോണിയ JB ഹാരാർപ്പണം നിർവഹിക്കുന്നു. മർച്ചന്റ് വനിതാ വിങ്ങിന് വേണ്ടി പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇപ്പോൾ ഹാരാർപ്പണം നിർവഹിക്കുന്നു. പ്രിയപ്പെട്ട HMDക്ക് വേണ്ടി പൊന്നച്ചൻ ചേട്ടൻ ഇറച്ചേരി ഇപ്പോൾ ഹാരാർപ്പണം നിർവഹിക്കുന്നു. ബഹുമാനരായ അസോസിയേഷന്റെ എല്ലാ പ്രതിനിധികളെയും ഹാരാർപ്പണം നിർവഹിക്കും. പരിശുദ്ധനായ തിരുമേനിയുടെ ഛായാചിത്രത്തിൽ ഹാരാർപ്പണം നിർവഹിക്കുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ്. പൗരസമിതിക്ക് വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശ്രീ ജോയ് വെട്ടിക്കുഴി പ്രാർത്ഥന ആശംസകൾ നേരുന്നു. തിരുമേനിയുടെ പരിശുദ്ധമായ ജീവിതം, ആ വിശുദ്ധമായ ജീവിതം അദ്ദേഹത്തെ ദൈവസന്നിധിയിൽ കൂടുതൽ സ്വീകാര്യനാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം എന്ന് പറയുന്നത്. ദൈവകൃപ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തീർത്ഥയാത്രയായി നമ്മുടെ നാട്ടിൽ അത് അവസാനിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വിശുദ്ധൻ എന്നുള്ള ഒരു നിലയിൽ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ പ്രീതിക്ക് അർഹനായി തീർന്നു എന്നുള്ളതാണ് ആ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിലെ ജീവിതം അത് കർത്തൃസന്നിധിയിൽ സ്വീകാര്യമായി തീരുന്നതിനും ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീർത്ഥയാത്രയായി അവസാനിച്ച ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വിശുദ്ധൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തെ കാണപ്പെടുവാനായിട്ടിടയായത്. മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അവരെങ്കിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ. ഫെബ്രുവരി 10 മുതൽ 13 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്ന 93ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ്
എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും കാൽനട തീർത്ഥയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. 35 വർഷമായി ഹൈറേഞ്ച് മേഖലയിൽ നിന്നുമുള്ള കാൽനട തീർത്ഥയാത്ര ആരംഭിച്ചിട്ട്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൂടെ 149 കിലോമീറ്റർ ദൂരം കാൽനടയായി നടത്തുന്ന തീർത്ഥയാത്രയിൽ എല്ലാ വർഷവും നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തു വരുന്നത്. ഫാദർ മാത്യു മടത്തിപ്പറമ്പിൽ, ഫാദർ ജെയിംസ് കുര്യൻ പുതിയപുരയിടത്തിൽ, പ്രസിഡന്റുമാർ, രക്ഷാധികാരിയായി സക്രിയാസ് മാർ പീലക്സിനോസ് മെത്രാപ്പോലിത്തയും സെക്രട്ടറിയായി സജി കോതപ്പള്ളിലും അജീസ് കറിയ ഖജാൻജിയുമായുള്ള കമ്മിറ്റിയാണ് ഇത്തവണത്തെ തീർത്ഥയാത്രയുടെ പ്രധാന സംഘാടകർ. ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച തീർത്ഥയാത്ര വിവിധ ദേവാലയങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചപ്പാത്ത് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ദേവാലയത്തിലെത്തി വിശ്രമിച്ചു. തുടർന്ന് തീർത്ഥയാത്ര ഏലപ്പാറ വഴി കുട്ടിക്കാനത്തെത്തി കുമിളി മേഖലയിൽ നിന്നുമുള്ള തീർത്ഥയാത്രാ സംഘവുമായി ചേർന്ന് മുണ്ടക്കയം മാർ ഏലിയാസ് തൃതീയൻ യാക്കോബായ ദേവാലയത്തിലെത്തി വിശ്രമിക്കും. തുടർന്ന് 12 രാവിലെ ഇവിടെ നിന്നും പുറപ്പെടുന്ന തീർത്ഥാടക സംഘം എരുമേലി വഴി റാന്നി ഐത്തല സെന്റ് കുര്യാക്കോസ് ജ്ഞാനായ ദേവാലയത്തിലെത്തി വിശ്രമിക്കും. 13 രാവിലെ ആരംഭിക്കുന്ന തീർത്ഥയാത്ര ഉച്ചകഴിഞ്ഞ് 2:30 ഓമല്ലൂർ കുരിശടിയിലെത്തിച്ചേരും. ഇവിടെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകരെയും രഥങ്ങളെയും സഭാപിതാക്കന്മാർ ചേർന്ന് സ്വീകരിച്ച് മഞ്ഞനിക്കര മലമുകളിലേക്ക് ആനയിക്കും. 13-നാണ് പ്രധാന പെരുന്നാൾ. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.